ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കെ ഫാമിലി അഥവാ കൃഷ്ണകുമാർ ആൻഡ് ഫാമിലിയെ പറ്റിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവർ ഏറിപ്പോവും, പിന്നെ താഴെ വരും, പിന്നെ ഏറിപ്പോവും, പിന്നെ താഴെ വരും. ഇപ്പോൾ സ്ഥിരമായിട്ട് ഏറി തന്നെയാണ്. റീസെൻ്റായിട്ട് നടന്ന അമ്മുമ്മ ഇഷ്യൂ കഴിഞ്ഞിട്ട് ഇപ്പോൾ പുതിയ വിഷയം അപ്പച്ചി ഇഷ്യൂ ആണ്. അപ്പോൾ ദിയ കൃഷ്ണയുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. റീസെൻ്റായിട്ട് അവർ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ അതിനിടയിലാണ് ഈ അപ്പച്ചി ഇഷ്യൂ ഭയങ്കരമായിട്ടും വൈറലായത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഈ വീഡിയോയിൽ അഹാന നല്ല ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അപ്പച്ചി അവിടെ നിന്നൊന്ന് ഓമിയെ നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം ഒഴിവാക്കിയിട്ട് എന്നാൽ അപ്പച്ചി അവിടെ ഇരുന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിന്ധു കൃഷ്ണ ഏറ്റുപിടിച്ചിട്ട് അഹാനയുടെ കൂടെ തന്നെ പറയുന്നുണ്ട് അപ്പച്ചി അവിടെ ഇരുന്നോ എന്ന്. ഇപ്പോൾ ഈ പോർഷൻ ഇല്ല, അതവർ കട്ട് ചെയ്തിട്ട് പുതിയതായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു, നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ വീഡിയോയുടെ താഴെ. അതെല്ലാം ഡിലീറ്റ് ആക്കിയിട്ട് പുള്ളിക്കാരത്തിയുടെ ഒരു ഒപ്പീനിയൻ ഒരു കമൻറ്റ് ചെയ്തിട്ട് അത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ദിയ കൃഷ്ണ. അവരൊരു പ്രായമായിട്ടുള്ള സ്ത്രീയല്ലേ, അപ്പോൾ അവർക്ക് കുറച്ച് ബഹുമാനം കൊടുത്തു എന്ന് വെച്ചിട്ട് ഇപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? അഹാനോടൊപ്പം തന്നെ സിന്ധു കൃഷ്ണയും പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. പിന്നെ നമുക്ക് ഈ വീഡിയോയിൽ തന്നെ വേറൊരാളെ കാണാം, അശ്വിൻ. ഒരു പ്രതിമ പോലെ ഒരു മൂലയ്ക്ക് നിൽക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് ആ ഫാമിലി യാതൊരുവിധ വിലയും കൊടുക്കുന്നില്ലെന്നുള്ളത് പൊതുവായിട്ടുള്ള ഒരു സത്യമാണ്, അതെല്ലാവർക്കും അറിയുകയും ചെയ്യാം. പക്ഷേ ഈ വീഡിയോയിൽ കൂടി നമുക്ക് ഒന്നും കൂടി വ്യക്തമാകുന്നുണ്ട്. ശരിക്കും അശ്വിന് അത്യാവശ്യം നല്ലൊരു ജോബും നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പം തന്നെ അതുകൊണ്ട് തന്നെ ആൾക്കാരുടെ അഭിപ്രായം പറയാം. അത് പറയുന്നത് എന്താ പ്രശ്നം, അത് പറയുന്നത് കൊണ്ട് എന്താ പ്രോബ്ലം എന്നെനിക്കറിയില്ല. ഒരാൾക്ക് അവരുടെ ഫാമിലിയിൽ നിന്നല്ലാത്ത വേറൊരാൾക്ക് ഒരു വിലയും അല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റും കൊടുക്കാത്തൊരു ഫാമിലി, ഒരു ഫാമിലി ഇങ്ങനെ ആവരുത് എന്നുള്ളതിനുള്ള ഒരു ഉദാഹരണമാണ് ഇവരുടെ ഫാമിലി. അഹങ്കാരം ശരിക്കും തലയ്ക്ക് പിടിച്ചൊരു ഫാമിലി. നിറയെ കുറേ ഇംഗ്ലീഷ് വാരി വെതറിയത് കൊണ്ടൊന്നും നമുക്ക് നമ്മുടെ കൾച്ചറോ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവം മാറ്റാൻ കഴിയില്ല. ഈ സിന്ധു കൃഷ്ണ പറഞ്ഞല്ലോ എല്ലാ വീട്ടിലും ഒരു അമ്മ വേണമെന്ന്. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ എല്ലാ വീട്ടിലും ഒരു അമ്മ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇവരുടെയൊക്കെ മെയിൻ ഇൻകം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തന്നെയാണ്. 3 പേർക്കും 3 കുട്ടികൾക്കും യൂട്യൂബുണ്ട്. സിന്ധു കൃഷ്ണയ്ക്കും യൂട്യൂബുണ്ട്. യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇവരുടെ ബാക്കി ബിസിനസ്സും കാര്യങ്ങളും എല്ലാം പോകുന്നത്. പ്രൊമോഷൻ വർക്കും കാര്യങ്ങളെല്ലാം ഈ യൂട്യൂബിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. മറ്റൊരു കാര്യം എല്ലാവരും തിരക്കുന്നത് അശ്വിൻ്റെ ഫാമിലിയാണ്. ഈ കമൻസിൽ പകുതി മുക്കാലും അശ്വിൻ്റെ ഫാമിലി എവിടെയെന്ന് ചോദിച്ചിട്ടായിരുന്നു. അപ്പോൾ അശ്വിൻ്റെ ഫാമിലീനെ ഇതിൽ കാണാത്തതും ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഇടയായി. ഇവർ ഈ കമൻറ്റ്സ് ഫുള്ള് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള കമൻറ്റ്സ് മാത്രമാണ് ഇപ്പോൾ അവരുടെ വ്ളോഗിൽ കാണാൻ പറ്റുന്നത്. ഈ അപ്പച്ചി ഒഴിവാക്കുന്ന പോർഷനും ഇവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അശ്വിന് ഒരു വാല്യൂ കൊടുക്കാത്ത ആൾക്കാർ പിന്നെ അശ്വിൻ്റെ ഫാമിലിക്ക് വാല്യൂ കൊടുക്കുമല്ലേ? അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് രേഖപ്പെടുത്തുക. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ കമൻറ്റ്സ് എന്താണ്, നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.